ഒരുപാട് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്നൊരു മഴയില്ലാത്തൊരു ഡേ ആട്ടോ. ആൻഡ് ഇറ്റ്സ് മേക്ക് മീ മോർ എനർജറ്റിക്. യാ, അതാണ് അതിൻ്റെ ശരി. ആസ് യൂഷ്വൽ നമുക്ക് ഇവരൊക്കെ ഇവിടെ വേണമല്ലോ. നീ ഒരു ജോലി നോക്കേണ്ട സമയമായി എന്നുള്ള ഒരു അർത്ഥമാട്ടോ ഇതൊക്കെ കാണിക്കുന്ന. കാരണം എൻ്റെ ഓൾമോസ്റ്റ് ഫേവറേറ്റിലെ എല്ലാ കാര്യങ്ങളും എം ടി ആയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് വെച്ചതായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതും കാലിയായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ച ഈ ഹിമാലയയുടെ ഫോമിംഗ് ഫേസ് വാഷ്. അപ്പോൾ ഇതാണ് നമ്മൾ റീസ്റ്റോക്കിന് വേണ്ടി വെച്ചിരിക്കുന്നത്. വേറെ പ്രൈസി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയില്ല സജി. അപ്പോൾ ഇതാ ഈ സെറ്റ് ഓഫിലും ഇതും കഴിഞ്ഞു. ഇതിൻ്റെ നെക്കി പിഴിഞ്ഞ് ഇതിൻ്റെ അവസാനം വരയ്ക്കും ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത് കാർമസയുടെ ഫേഷ്യൽ റേസർ കേട്ടോ. അപ്പം ഞാനത് വെച്ചു. പക്ഷെ പഴയത് എടുത്ത് കളയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു തുരുമ്പ് പിടിച്ച അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കളയുവാണ്. അപ്പോൾ അതാണ് ഇന്ന് മോർണിംഗ് തന്നെ ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം അങ്ങാണ്ടായിട്ട് മഴയാണല്ലോ. അപ്പം ഞാൻ ഇവരുടെ കാര്യം കംപ്ലീറ്റ്ലി മറന്നിട്ടുണ്ടായിരുന്നു. സോ അവരെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. ഇന്നൊരു അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. ഞാനിങ്ങനെ കുറേ നേരം തേരാപ്പാരൊക്കെ നടന്നിട്ട് ഇങ്ങനെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഇവനിക്കുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ അവന് ഹാപ്പിയാണ്. അതിലോട്ട് മുട്ടയുടെ നമ്മുടെ ആ ഒരു എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാനൊരു 2 വീക്സ് മുമ്പ് ഒരു കയ്പ്പയ്ക്കയുടെ ഒരു കുരു നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കാത്ത അളവിലോട്ട് അത് പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ദിസ് മേക്സ് മീ സോ ഹാപ്പി ടുഡേ. പിന്നെ ഞാനൊരു ചുടുവെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷം വന്നിട്ട് പിന്നെ എനിക്കും ചപ്പാത്തിയും മുട്ടയാണ്. അതാണ് നേരത്തെ അവനും കഴിച്ചത്. പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ടാറ്റാ ബൈ ബൈ.